സൂപ്പർ 20യുടെ റീഫണ്ട് പോളിസിയെക്കുറിച്ച് അറിയുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും നേരിടുന്ന സംശയമാണ് സൂപ്പർ 20യുടെ നോട്ടുകളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ചോദ്യങ്ങളിൽ നിന്നുള്ള ഉത്തരങ്ങൾ എത്ര ശതമാനത്തോളം നിങ്ങൾക്ക് ശരിയായിട്ട് എഴുതാമെന്നുള്ള കാര്യം. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ജനുവരി 24 നടന്ന ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എക്സാം. അപ്പോൾ അന്ന് നടന്ന എക്സാമിൽ സൂപ്പർ 20യുടെ തിരഞ്ഞെടുത്ത പ്രിൻ്റുകളിൽ നിന്നും വന്ന ചോദ്യഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഞങ്ങളുടെ തിരഞ്ഞെടുത്ത പ്രിൻ്റുകളിൽ നിന്നും വന്ന 44 ചോദ്യങ്ങളെക്കുറിച്ചാണ് ഓരോ ചോദ്യവും നമ്മളിവിടെ പരിചയപ്പെട്ടു പോകുന്നു. ആദ്യം ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു. രണ്ടാമത്തെ ചോദ്യം ലോക ചരിത്രത്തിൽ നിന്ന് വന്ന മറ്റൊരു ഭാഗമാണ്. ഏതൊക്കെയായിരുന്നു വർഷങ്ങൾ എന്നായിരുന്നു ചോദ്യം. വ്യക്തമായിട്ട് തന്നെ നമ്മൾ ക്ലാസ്സുകളിലൂടെ പറഞ്ഞു പോയിരിക്കുന്ന സംഗതികളാണ്. വീണ്ടും ഐക്യരാഷ്ട്രസഭയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം വരുന്നു. തൊട്ട് താഴത്തേക്ക് വരുമ്പോൾ കേരള നവോത്ഥാനത്തിൽ നിന്ന് വന്ന മറ്റൊരു ചോദ്യമാണ്. കൃതികളായിരുന്നു ഇവിടെ വിഷയം. കൃതികളെക്കുറിച്ച് കൂടി നമ്മൾ ഈ ഭാഗത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മലബാർ ജില്ലാ കോൺഗ്രസ് എന്ന് പറയുന്ന മറ്റൊരു വിഷയത്തിനെക്കുറിച്ച് വരുന്നു. അപ്പോൾ അവിടെയും അധ്യക്ഷനെക്കുറിച്ചുള്ള വിഷയങ്ങൾ നമ്മൾ വീണ്ടും ജോഗ്രഫിയിൽ നിന്ന് വന്ന മറ്റൊരു ഭാഗമാണ് ദോഡപുട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളെക്കുറിച്ചുള്ള ചോദ്യമാണ്. നമ്മൾ ഓരോ വിഷയങ്ങളും ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞു പോയി. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം ഗോൾഡൻ ഫൈബറിനെ കുറിച്ചുള്ള ജൂട്ടിനെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. വീണ്ടും അതേപോലെ തന്നെ ജോഗ്രഫിയിൽ നിന്ന് വന്ന മറ്റൊരു സംഗതി ജോഗ് ഫോൾസ് അല്ലെങ്കിൽ ജെറുസപ്പ ഫോൾസിനെ കുറിച്ചുള്ള മറ്റൊരു ചോദ്യമാണ്. വീണ്ടും ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗം പരിശോധിക്കുമ്പോൾ അവിടെ അന്തരീക്ഷത്തിൻ്റെ ഓരോ ലെയറുകളെ കുറിച്ചും നമ്മളിവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം പുത്തൻ സാമ്പത്തിക നയം അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് പോളിസിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ആഴത്തിൽ പറഞ്ഞു പോയൊരു സംഗതിയാണ്. അതേ ചോദ്യം തന്നെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. താഴെ വീണ്ടും പ്രസ്താവനകളാണ്. പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചുള്ളൊരു ചോദ്യമാണ്. ഇതും വളരെ ഡീറ്റെയിൽഡായിട്ടും വളരെ സിമ്പിളായിട്ടുമുള്ള രീതിയിലാണ് നമ്മൾ ഇവിടുത്തെ ക്ലാസ്സുകളെല്ലാം പോയിരിക്കുന്നത്. എക്കണോമിക്സ് എന്ന ഭാഗത്തു നിന്ന് മറ്റൊരു ചോദ്യം. വീണ്ടും PC മഹൽനോബിസിനെ കുറിച്ചുള്ള മറ്റൊരു ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഭരണഘടനയിൽ നിന്നുള്ള മറ്റൊരു ചോദ്യമാണ്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. ഓരോ ഉദ്യോഗാർത്ഥിയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു ഭാഗമാണ് ഭരണഘടന എന്ന് പറയുന്നത്. വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ നമ്മൾ എടുത്തുപോയ മറ്റൊരു ഭാഗമാണ്. അതുപോലെ തന്നെ കമ്മീഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു കമ്മിറ്റിയെക്കുറിച്ചുള്ള ചോദ്യമാണ് വീണ്ടും വന്നത്. ഇനി ഓരോ ആർട്ടിക്കിൾസിനെ കുറിച്ച് നമ്മൾ സ്പെസിഫിക് ആയിട്ടാണ് ക്ലാസ്സുകളിലൂടെ ഡീൽ ചെയ്ത് പോയിരിക്കുന്നത്. ആർട്ടിക്കിൾ 19 കുറിച്ചുള്ള ചോദ്യം വീണ്ടും ആർട്ടിക്കിൾ 19 കുറിച്ച് നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞു. ഇനി പൗരത്വം, ഭരണഘടന നിലവിൽ വരുന്ന കാലം തൊട്ട് വന്ന ഒരു സംഗതിയാണ് ഇന്ത്യൻ പൗരനെ കുറിച്ചുള്ള ഭാഗവും പൗരത്വത്തിനെ കുറിച്ചുള്ള ഭാഗവും. അതിനെക്കുറിച്ചും കൂടി നമ്മളിവിടെ ഡീറ്റെയിലായിട്ട് ഡിസ്കസ് ചെയ്ത് പോയി കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും ഓരോ ലിസ്റ്റിൽ ബന്ധപ്പെട്ട ഓരോ ചെറിയ വിഷയങ്ങളും നമ്മളിവിടെ പ്രിൻ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പറഞ്ഞ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമായിരുന്നു ഈ വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. വളരെ ലൈറ്റായിട്ട് തന്നെയാണ് നമ്മൾ ആ കാര്യങ്ങളെല്ലാം ഡെലിവറി ചെയ്തിരിക്കുന്നത്. അടുത്ത മറ്റൊരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഭരണഘടന ആർട്ടിക്കിൾസിനെ കുറിച്ച് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ഓരോ ചെറിയ പോർഷനും നമ്മളിവിടെ ഡീറ്റെയിൽഡായിട്ട് തന്നെ മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട്. തൊട്ട് താഴേക്ക് വീണ്ടും വരുമ്പോൾ റിട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം. ഓരോ റിട്ടുകളെക്കുറിച്ചും നമ്മളിവിടെ മെൻഷൻ ചെയ്തു പോയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം. താഴേക്ക് വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷനുകളാണ് വീണ്ടും ഇവിടെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥിയും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതി കമ്മീഷനുകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഓർത്തിരിക്കേണ്ടതാണ്. തൊട്ട് താഴെ സുപ്രധാന നിയമങ്ങളിലേക്ക് വരുമ്പോൾ തണ്ണീർത്തട നിയമത്തിൽ ആ ഭാഗത്തിൽ നിന്ന് വന്ന ചോദ്യമാണ് ഇവിടെ PSC ചോദിച്ചു പോയിരിക്കുന്നത്. വീണ്ടും താഴെ ഇനി സയൻസ് എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് വരുമ്പോൾ ആദ്യം ബയോളജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്ന ചോദ്യമാണ് നിങ്ങളിവിടെ കാണുന്നത്. തൊട്ട് താഴെ ഡോട്ട്സ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതും നമ്മളിവിടെ മെൻഷൻ ചെയ്തു പോയി കഴിഞ്ഞ മറ്റൊരു സംഗതിയാണ്. വീണ്ടും സ്കീമുകളിലേക്ക് വരുമ്പോൾ ഗവൺമെൻറ് സ്കീമുകളിലേക്ക് വരുമ്പോൾ വീണ്ടും വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഒരു സ്കീമിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഹൃദയത്തിൻ്റെ പ്രവർത്തനം, മനുഷ്യ ശരീരത്തിലെ ഓരോ ഘടകങ്ങളെയും വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ വളരെ ആധികാരികമായിട്ട് തന്നെ നമ്മളിവിടെ പറഞ്ഞു പോയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം. വീണ്ടും വൈറ്റമിൻസിനെ കുറിച്ചുള്ള മറ്റൊരു ചോദ്യം വളരെ സിമ്പിളാണ്, എന്നാൽ അതുപോലെ എഫക്റ്റീവായിട്ടാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ എടുത്തു പോയിരിക്കുന്നത്. ഫിസിക്സ് എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇത്രയും ഡീറ്റെയിൽഡായിട്ടാണ് ഓരോ ചെറിയ അംശത്തിനെ പോലും വിട്ടുകളയാതെ വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ നമ്മളിവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി വീണ്ടും ഫിസിക്സിൽ നിന്ന മറ്റൊരു ചോദ്യം കാൽക്കുലേഷനാണ്. ഇവിടെ ന്യൂമറിക്കലായിട്ടുള്ള ഭാഗങ്ങളും നമ്മളിവിടെ കവർ ചെയ്ത് പോയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം. വീണ്ടും ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം ചലന നിയമം. വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ ആധികാരികമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മളിവിടെ കവർ. വീണ്ടും ഓരോ ഭൂമിയിലെ അന്തരീക്ഷത്തിലുള്ള ഐസോട്ടോപ്പുകൾ, ഓരോ എലമെൻറ്റുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും ബോയിൽസ് ലോയെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ് വീണ്ടും വന്നിരിക്കുന്നത്. വാതക നിയമങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഗ്രാഫ് അധികം സഹിതം എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. വീണ്ടും കെമിസ്ട്രിയിൽ നിന്ന് വന്ന മറ്റൊരു ചോദ്യമാണ് നിങ്ങളിവിടെ കാണുന്നത്. നോബലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു. ഓരോ വിഷയങ്ങളെക്കുറിച്ചുള്ള ഓരോ പ്രത്യേകിച്ച് നോബൽ സമ്മാനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്.
ഇനി വീണ്ടും കലകളിലേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ തനതായ കലകൾ ഓരോന്നും നമ്മളിവിടെ ഡീറ്റെയിൽഡായിട്ട് തന്നെയാണ് ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കാം ഓരോ കലാരൂപങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കടമ്മനിട്ടയെ പോലുള്ള ആൾക്കാരുടെ വിഷയങ്ങളും പടയണി കോലങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ ഡീറ്റെയിൽഡായിട്ട് തന്നെ കണക്ട് ചെയ്താണ് പറഞ്ഞു പോയിരിക്കുന്നത്. വീണ്ടും കഥകളിലേക്കും വരുമ്പോൾ ഓരോ സാഹിത്യകാരന്മാരും അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസും നമ്മളിവിടെ മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട്. ഇനി കായികത്തിലേക്ക് വരുമ്പോൾ മറ്റ് സിമ്പിളായിട്ടുള്ള സംഗതികളാണ്. പക്ഷേ എന്നാൽ തിരഞ്ഞെടുത്ത് പഠിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിക്കുന്നത് ഇതുപോലത്തെയുള്ള ചെറിയ കൺസൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ്. ഇനി വീണ്ടും ചെനാബ് ബ്രിഡ്ജിനെക്കുറിച്ചുള്ള മറ്റൊരു ചോദ്യം, ഏറ്റവും നീളം കൂടിയ ദേശീയപാത, ഇങ്ങനത്തെയുള്ള വിഷയങ്ങൾ വളരെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റിയിരുന്ന വിഷയങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ഫീമെയിൽ പ്രിസൺ ഓഫീസറിൽ നിങ്ങൾ കണ്ടുപോയത്. ഒരു പക്ഷേ ആ എക്സാം എഴുതിയ ഒരു ഉദ്യോഗാർത്ഥി സൂപ്പർ 20യുടെ ഈ തിരഞ്ഞെടുത്ത മെറ്റീരിയൽ ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഷുവർ ഷോട്ടായിട്ട് ആ എക്സാമിൽ നല്ലൊരു റാങ്ക് ക്രാക്ക് ചെയ്യാം എന്നുള്ളത് സൂപ്പർ 20 നിങ്ങൾക്ക് തരുന്ന ഒരു ഗ്യാരണ്ടിയാണ്.